നമസ്കാരം. ഹാപ്പി ക്രിയേറ്റീവ് ടൈമിലേക്ക് സ്വാഗതം. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഫ്ലവർ പോട്ട് സ്റ്റാൻഡാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഗാർഡനിങ്ങും മറ്റ് ഹാൻഡ് ക്രാഫ്റ്റുകളും എല്ലാം ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതൊന്ന് ശ്രമിച്ച് നോക്കുകയും ചെയ്യണം. ഞങ്ങളുടെ പഴയ പലകകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് എനിക്ക് കിട്ടിയ ഒരു സാധനമാണ് ഇത്. ഒരു പഴയ ഒരു കൊതുകുതിരി സ്റ്റാൻഡ്. ഇതൊരു 3-4 എണ്ണം കാണും. നമുക്കത് എടുക്കാം. ഞാനത് ഓരോന്നും കഴുകിയെടുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മൊസ്കിറ്റോ സ്റ്റാൻഡൊക്കെ ഞാൻ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള കുറച്ച് പട്ടികകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇതെല്ലാം ഞാൻ കൂട്ടിയിട്ട പലകകളുടെ ഇടയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഒരു ഫൈബറിൻ്റെ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് 3ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസും 2 വലിയ പീസും കിട്ടി. ഒരു കൊതുകുതിരി സ്റ്റാൻഡിൻ്റെ പട്ടികയ്ക്ക് ബലമില്ല. അതുകൊണ്ട് ഒരു പട്ടികയും കൂടെ കൂട്ടി ആണിയടിച്ച് നമുക്ക് ഉറപ്പാക്കിയെടുക്കണം. അടുത്തതും കൂടെ ഒന്ന് സ്ക്രൂ ചെയ്തെടുക്കാം. ഇത് 2 എണ്ണവും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ ഒരു പട്ടിക വെച്ച് സ്ക്രൂ ചെയ്യാം. സ്റ്റാൻഡ് കണ്ടോ, നമ്മൾ ഇത്രയും ചെയ്തു. അടിവശത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി ഇതുപോലെ പട്ടികകളെല്ലാം അടിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ചതുപോലെ പട്ടിക വെച്ച് ആണിയടിച്ചതിന് ശേഷം ഇതുപോലെ 2 റോഡ് ഉറപ്പിച്ചിട്ടുണ്ട്. സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു. ഇങ്ങനെയാണ് റോഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ പണിയുണ്ട്. ഇത് കർട്ടൻ ഇടുന്ന ഒരു പൈപ്പാണ്. ഇത് ഇവിടെ ഇരുന്നതാ. ഇതിൻ്റെ നടുവശത്ത്, ഈ സ്റ്റാൻഡിൻ്റെ നടുഭാഗത്ത് 2 വശത്തായിട്ട് നമുക്കിത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. പൈപ്പുകൾ 2 വശത്തും സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതൊരു മെറ്റൽ പൈപ്പാണ്, കർട്ടൻ ഇടുന്ന പൈപ്പ്. ഈ നെറ്റിന് നമുക്കൊരു ഉപയോഗമുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം.
സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി ഈ ഫൈബർ ഷീറ്റ് ഇങ്ങനെ ഈ സ്റ്റാൻഡിന് മുകളിൽ വെക്കാം. ഇത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നൊന്നുമില്ല. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പത്തിന് അതെടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാൻ പറ്റുമല്ലോ. ഇതും കൂടി വെക്കാം. പണി കഴിഞ്ഞു. സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. 3 തട്ടുകളുള്ള ഒരു സ്റ്റാൻഡാണിത്. മുകളിലത് ഹാങ്ങിങ് പോട്ട്സ് തൂക്കിയിടാനും സെൻറ്ററിലുള്ളത് ചെറിയ പോട്ട്സ് വെക്കാനും അടിയിൽ കുറച്ച് വലിയ നമുക്കിഷ്ടമുള്ള ചട്ടികൾ വെക്കാനും. ഞാൻ 4 കൊതുകുതിരി സ്റ്റാൻഡാണ് എടുത്തത്. അതുകൊണ്ട് 2 ഫ്ലവർ പോട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കടന്നു വരാം. നന്ദി.